types of organization structures. Structure of organization. So, what is organization? Organization, it is a mechanism or structure that enables living things to work effectively together, isn't it? So, organization, the concept of organization. Organization is a mechanism or structure that enables living things to work effectively together. Organization may be defined as, it can be defined as a combination of three statements, that is identifying and grouping the work to be performed. ആദ്യം എന്തൊക്കെയാണ് ഒരു എന്റർപ്രൈസിൽ ചെയ്യാനുള്ളത് എന്നുള്ളത്, വർക്ക് ചെയ്യാനുള്ളതിനെ ഒരു ഗ്രൂപ്പ് ചെയ്യുക, ഐഡന്റിഫൈ ചെയ്തിട്ട് ഗ്രൂപ്പ് ചെയ്യുക. നെക്സ്റ്റ് ഡിഫൈനിങ് ആൻഡ് ഡെലിഗേറ്റിംഗ് റെസ്പോൺസിബിലിറ്റി ആൻഡ് അതോറിറ്റി. എന്ന് വെച്ചാൽ എന്തൊക്കെ വർക്കുകളാണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിനെ എങ്ങനെയൊക്കെ റെസ്പോൺസിബിലിറ്റി അതോറിറ്റി ഡിഫൈൻ ചെയ്യണം, ആർക്കൊക്കെ കൊടുക്കണം എന്നൊക്കെ ഉള്ളത് തീരുമാനിക്കാം. പിന്നെ establishing relationship for the purpose of enabling people to work most effectively together in accomplishing objectives. എന്ന് വെച്ചാൽ എന്താണ്? ഓക്കെ, ആ വർക്ക് ഇഫക്റ്റീവ്ലി പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നമ്മളിപ്പോൾ അതോറിറ്റി റെസ്പോൺസിബിലിറ്റി ഒക്കെ ഡെലിഗേറ്റ് ചെയ്തിട്ട് ഇൻ ബിറ്റ്വീൻ റിലേഷൻഷിപ്സ് ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുക, എന്നിട്ട് ഇഫക്റ്റീവ്ലി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുക. അപ്പം ഇതാണ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ. ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? ഒരു കമ്പനിയിൽ കുറേ സ്റ്റാഫ് ഉണ്ടാവും, കുറേ മെഷീൻ മാനേജേഴ്സ് ഒക്കെ ഉണ്ടാവും. ഇതിനെങ്ങനെ കോർഡിനേറ്റ് ചെയ്തിട്ട് ഒരു ഓർഡർ, എന്ത് ഓർഡറിലാണ് അത് റൺ ചെയ്യേണ്ടത് എന്ന് ഡിസൈഡ് ചെയ്യുന്നതിനാണ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പാറ്റേൺ ഓഫ് റിലേഷൻഷിപ്പ് ആണ് ബൈ ഗിവിംഗ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ടു എൻ ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ്. ഓക്കെ, പിന്നെ ഓർഗനൈസേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഡിമാർക്കേറ്റ്സ് ദ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ഈച്ച് ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ്. അപ്പോൾ ഓരോരുത്തർക്കും അവനവൻ്റെതായ ഡ്യൂട്ടീസ്, അതോറിറ്റീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഇതെല്ലാം കൃത്യമായൊരു ഡിമാർക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് ഓർഗനൈസേഷൻ ചെയ്യുന്നത്. ആൻഡ് അഡ്വക്കേറ്റ് കമ്മ്യൂണിക്കേഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ ബിറ്റ്വീൻ ഓൾ ഡിപ്പാർട്ട്മെന്റ്സ് ആൻഡ് ഓൾ സ്റ്റാഫ്. ആഫ്റ്റർ ദാറ്റ് there should be coordination and integrated controls of the activities. Okay, integration of work should be there of individuals or group, whatever individual or group, to achieve the common objective of our business enterprise. Okay, that is organization. And the importance of organization is it facilitates administration, growth of the industry, and stimulates creativity, optimal use of resources. Also, sound organization leads to specialization, and sound organization minimizes the corruption and inefficiencies. Then sound organization does not generate confusion. Also, the wastage and materials, machine maneuvers and expenditures will be less. Then what? A sound organization facilitates the training and manager and development of personnel. Okay, that is the importance of developing organization. So in our syllabus there is only that we have to study the types of organization only. ഓർഗനൈസേഷൻ്റെ അധികം ഡീറ്റെയിൽസിലേക്കൊന്നും പോകുന്നില്ല. നമ്മളെ സിലബസ് പറഞ്ഞത് വളരെ ചുരുക്കി ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഈ ടൈപ്സ് വന്നതെന്ന് വെച്ചാൽ ഡിപ്പെൻഡിങ് ഓൺ ദ സൈസ്, കോംപ്ലക്സിറ്റി ആൻഡ് നാച്ചർ ഓഫ് പ്രോഡക്റ്റ് ബീങ് മാനുഫാക്ചേർഡ്. എന്തൊക്കെ പ്രോഡക്ട്സ് ആണ് അവിടെ ഉണ്ടാക്കുന്നത്? നാച്ചുറൽ അല്ല കേട്ടോ, നാച്ചർ ഓഫ് പ്രോഡക്റ്റ്. പ്രോഡക്റ്റിന്റെ നാച്ചർ, അതുപോലെ എത്ര വലുതാണ് എന്റർപ്രൈസ്, അവിടെ എത്ര സ്റ്റാഫ് ഉണ്ട്, ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ലേ മൊത്തം സ്റ്റാഫിനെയൊക്കെ അറേഞ്ച് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ടൈപ്പ് ആക്കിയിട്ട് നമുക്ക് ഇങ്ങനെ ഓർഗനൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് ഡിഫറെന്റ് ടൈപ്സ് എന്ന് പറഞ്ഞാൽ. അത് 3 ടൈപ്പാണുള്ളത്: ലൈൻ ഓർ സ്കാലാർ ഓർ മിലിറ്ററി ഓർഗനൈസേഷൻ, രണ്ടാമത്തേത് ഫങ്ഷണൽ organization, and third one is line and staff organization. What is line organization? This is the structure of line organization. നിങ്ങൾ ബുക്കും പെന്നും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ലൈൻ ഓർഗനൈസേഷൻ അവിടെ വരച്ചു വെക്കുക. വർക്ക് മാനേജർ, ഒരു വർക്ക് മാനേജർ അണ്ടറിൽ 2 സൂപ്രണ്ട്, ഓരോ സൂപ്രണ്ടിനും 3 ഫോർമാൻ വെച്ചിട്ട്, 2 ഫോർമാൻ വെച്ചിട്ട് ഓരോ സൂപ്രണ്ടിനും, അങ്ങനെ ഓരോ സൂപ്രണ്ട് 2 4 ഫോർമാൻസ്. പിന്നെ ഓരോ ഫോർമാനും കുറേ വർക്കേഴ്സ്, താഴെ മുഴുവൻ വർക്കേഴ്സാണ്. ഓരോ ഫോർമാനിൻ്റെ അണ്ടറിൽ 3 4 വർക്കേഴ്സ്. ഓക്കെ,
അപ്പം ഇങ്ങനെ ഒരു ലൈനായിട്ട് ഫ്രം ടോപ്പ് ടു ബോട്ടം ഒരു ഓർഡറിൽ ഇങ്ങനെ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി വരുന്നതിനെയാണ് ഈ ലൈൻ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ സിംപ്ലസ്റ്റ് ഫോം ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ഓക്കെ, it has also a name. It is called military organization because it resembles to old and military organizations. This line organization is based upon relative authority and responsibility rather than on nature and kind of operations or activities. Okay, authority and responsibility എങ്ങനെ delegate ചെയ്തിട്ട് വരുന്നത് from top to bottom. The authority flows directly from work manager to superintendent to foreman and from them to workers. അങ്ങനെ ഒരു ഓർഡറിൽ ഇങ്ങനെ ഫ്ലോ ചെയ്ത് വരികയാണ് അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും. പിന്നെ ലൈൻ ഓർഗനൈസേഷൻ ഈസ് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഇറ്റ് ഈസ് ഡയറക്റ്റ് ആൻഡ് പീപ്പിൾ അറ്റ് ഡിഫറെൻറ്റ് ലെവൽസ് നോ ടു ഹും ദേ ആർ അക്കൗണ്ടബിൾ. ഓരോരുത്തർക്കും അവനവൻ്റെതായ ഡ്യൂട്ടീസ് അവരുടെ തൊട്ട് മുകളിൽ ആരാണെന്നും കൃത്യമായിട്ട് അറിയാം അല്ലേ. ഇപ്പോൾ സൂപ്രണ്ടിന് അറിയാം തൊട്ട് മുകളിൽ വർക്ക് മാനേജറാണ്, ഫോർമാൻ അറിയാം എൻ്റെ സൂപ്രണ്ട് ആരാണെന്ന്, അത് കൃത്യമായിട്ട് അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ ഡയറക്റ്റ് ആണ്, വളരെ സിമ്പിളാണ്. പിന്നെ ഇമ്മീഡിയറ്റ് ബോസ് ആണ് എപ്പോഴും ഓർഡേഴ്സ് കൊടുക്കുക. ഇമ്മീഡിയറ്റ് ബോസ് ഗിവ്സ് ഓർഡേഴ്സ് ടു സബോർഡിനേറ്റ്സ്, അസൈൻ ഡ്യൂട്ടീസ്. പിന്നെ എന്തെങ്കിലും ഡിസിപ്ലിനറി ആക്ഷൻ ഉണ്ടെങ്കിൽ അത് ഇമ്മീഡിയറ്റ് ബോസ് ടേക്സ് ഡിസിപ്ലിനറി ആക്ഷൻ അഗെയിൻസ്റ്റ് ദെയർ സബോർഡിനേറ്റ്സ്. എനി എന്റർപ്രൈസ് ദാറ്റ് സ്റ്റാർട്ട്സ് സ്മോൾ പ്രോബബ്ലി മീൻസ് സ്മോൾ എന്റർപ്രൈസസിന് ദിസ് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. സ്മോൾ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ കോംപ്ലക്സിറ്റി കുറഞ്ഞ ഓട്ടോമാറ്റിക് കണ്ടിന്യൂസ് പ്രോസസ്സൊക്കെ വരുന്ന ഇൻഡസ്ട്രീസ് ഇല്ലേ, അപ്പം അവിടെ ആകുമ്പോൾ പ്രത്യേകിച്ചൊരു എക്സ്ട്രാ വർക്കൊന്നും വരാത്ത രീതിയിലുള്ള നമ്മളെ പേപ്പർ ഇൻഡസ്ട്രി, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി അങ്ങനെയൊക്കെ പറഞ്ഞ എക്സാമ്പിൾസ് നമുക്കിവിടെ കൊടുക്കാൻ പറ്റുന്നതാണ് ലൈൻ ഓർ മിലിറ്ററി ഓർ സ്കേലാർ ഓർഗനൈസേഷനിൽ. ഇനി ഇതിന്റെ അഡ്വാൻറ്റേജും ഡ്രോബാക്സും ആണ് പഠിക്കാനുള്ളത്. അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന പോലെ തന്നെ സിമ്പിൾ ആണ് ആൻഡ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്. ഇറ്റ് ഈസ് സിമ്പിൾ ആൻഡ് ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഇറ്റ് ഈസ് ഫ്ലെക്സിബിൾ അല്ലേ, പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്, ഫ്ലെക്സിബിൾ ആണ്. നെക്സ്റ്റ് ഇറ്റ് മേക്സ് ക്ലിയർ ഡിവിഷൻ ഓഫ് അതോറിറ്റി. കൃത്യമായിട്ട് ഓരോരുത്തർക്ക് അറിയാം എങ്ങനെയൊക്കെയാണ് അതോറിറ്റി ഫ്ലോ ചെയ്യുന്നതെന്ന്. ആൻഡ് ദർ ഈസ് ക്ലിയർ ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ വിത്ത് നോ കൺഫ്യൂഷൻ അറ്റ് ഓൾ. ഓക്കെ, പിന്നെ ഇറ്റ് എൻകറേജസ് സ്പീഡി ആക്ഷൻ. പെട്ടെന്ന് തന്നെ ആക്ഷൻസ് വേറെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ചോദിച്ചു പോകാനൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇറ്റ് എൻകറേജസ് സ്പീഡി ആക്ഷൻ ഫ്രം ടോപ്പ് ടു ബോട്ടം. പെട്ടെന്ന് തന്നെ ഓർഡേഴ്സും ഒക്കെ ഫ്ലോ ചെയ്ത് താഴെ എത്തുന്നത് കൊണ്ട് തന്നെ ആക്ഷൻസ് എല്ലാം വളരെ ഫാസ്റ്റ് ആയിരിക്കും. ഇറ്റ് ഈസ് സ്ട്രോങ് ഇൻ ഡിസിപ്ലിൻ ആസ് ഇറ്റ് ഫിക്സസ് റെസ്പോൺസിബിലിറ്റി ഓൺ ആൻ ഇൻഡിവിജ്വൽ. ഓക്കെ, കൃത്യമായിട്ട് ഓരോരുത്തർക്കും റെസ്പോൺസിബിലിറ്റി അസൈൻ ചെയ്ത് കൊടുത്തതുകൊണ്ട് തന്നെ ഡിസിപ്ലിൻ അവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ ഈസിയാണ്. ഇറ്റ് ഈസ് കാപ്പബിൾ ഓഫ് ഡെവലപ്പിംഗ് ദ ഓൾറൗണ്ട് എക്സിക്യൂട്ടീവ്സ് അറ്റ് ദ ഹയർ ലെവൽ ഓഫ് അതോറിറ്റി. എന്ന് വെച്ചാൽ ഈ വർക്ക് മാനേജർ ലെവലിൽ അല്ലെങ്കിൽ സൂപ്രണ്ട് ലെവലിലൊക്കെ ഒരു ഓൾറൗണ്ട് എക്സിക്യൂട്ടീവിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. കാരണം അയാൾ ഫോർമാനെയും അതിന്റെ താഴെയുള്ള വർക്കേഴ്സൊക്കെ അയാളുടെ അണ്ടറിൽ ഇങ്ങനെ ഡയറക്റ്റ് വരുന്നതല്ലേ. അപ്പോൾ ഒരു ഓൾറൗണ്ട് എക്സിക്യൂട്ടീവിനെ അവിടെ ഡെവലപ്പ് ചെയ്തെടുക്കാം, ടോപ്പ് ലെവലിൽ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. താഴെയുള്ള ആൾക്കാർക്കൊന്നും പറ്റില്ല. പിന്നെ ഇതിന്റെ ഡിസഡ്വാൻറ്റേജസ് എന്താന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിന് സ്പെഷ്യലിസ്റ്റുകളൊന്നുമില്ല. കാരണം സൂപ്രണ്ട് എന്ന് പറഞ്ഞൊരു പോസ്റ്റ് അയാൾക്ക് സ്പെഷ്യലൈസ്ഡ് അല്ലെങ്കിലും അയാൾ ഫോർമാനെയും ഫോർമാനെ താഴെയുള്ള വർക്കറും ഒക്കെ അയാൾ അണ്ടർ തന്നെ വരുന്നതല്ലേ. അപ്പൊ പല ടൈപ്പ് ഫോർമാൻസ് ഉണ്ടാവും. അപ്പൊ ഈ സൂപ്രണ്ട് സ്പെഷ്യലിസ്റ്റ് ആവണമെന്നില്ല. അതുകൊണ്ട് സൂപ്രണ്ടിന് കൃത്യമായിട്ട് ഓർഡർ ഒന്നും കൊടുക്കാൻ പറ്റണമെന്നില്ല താഴെയുള്ളവർക്ക്. ടെക്നിക്കൽ റിലേറ്റഡ് ആണെങ്കിൽ അങ്ങനെയൊക്കെ ആകുമ്പോൾ സൂപ്രണ്ട് ടെക്നിക്കൽ ഡീറ്റെയിൽസിനെ പറ്റി അവെയർ അല്ലെങ്കിൽ സൂപ്രണ്ടിന് പ്രത്യേകിച്ച് ഓർഡർ ഒന്നും കൊടുക്കാനൊന്നും പറ്റില്ല. അപ്പൊ അതാണ് ഇറ്റ് നെഗ്ലെക്ട്സ് സ്പെഷ്യലിസ്റ്റ്. നെക്സ്റ്റ് ഇറ്റ് ഓവർലോഡ്സ് എ ഫ്യൂ എക്സിക്യൂട്ടീവ്സ്. കുറച്ച് ആൾക്കാർക്ക് ഓവർലോഡ് വരുന്നുണ്ട് ഇതിൻ്റെ അകത്ത് പറഞ്ഞ പോലെ സൂപ്രണ്ടിനൊക്കെ. ഇറ്റ് റിക്വയർസ് എ ഹൈ ടൈപ്പ് ഓഫ് സൂപ്പർവൈസറി പേഴ്സണൽ ടു മീറ്റ് ദ ചാലഞ്ച് ഇമ്പോസ്ഡ് ഇൻ ദ ആബ്സെൻസ് ഓഫ് സ്പെഷ്യലിസ്റ്റ് ആസ് അഡ്വൈസേഴ്സ്. അപ്പം നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഇതൊന്നും അറിയാത്ത ആളാവരുത് സൂപ്രണ്ടൊന്നും. സോ ഒരു ഹൈ ടൈപ്പ് ഓഫ് സൂപ്പർവൈസറി പേഴ്സണൽ തന്നെ വേണം അവിടെ അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതൊരു ഡ്രോബാക്ക് അല്ലേ. പിന്നെ ഇത് സ്മോൾ കൺസേൺസിന് മാത്രമേ പറ്റുള്ളൂ നമ്മൾ പറഞ്ഞു. അപ്പം അതുകൊണ്ട് അതും ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. പിന്നെ എന്താണ് ഇൻലൈൻ ഓർഗനൈസേഷൻ പ്രൊവിഷൻസ് ആർ സെൽഡം മെയ്ഡ് ടു ട്രെയിൻ ഡെവലപ്പ് ആൻഡ് റീപ്ലേസ് ടോപ്പ് എക്സിക്യൂട്ടീവ്സ്. ഇതിൽ പ്രത്യേകിച്ച് അങ്ങനെ ഒരു പ്രൊവിഷനൊന്നും ഇല്ല. ട്രെയിനിങ് ഡെവലപ്മെന്റ് അതിന് വേണ്ടിയിട്ടുള്ള പ്രൊവിഷനൊന്നും ഇവിടെ ഇപ്പോൾ കാണുന്നില്ല ഈ ഒരു ലൈനായിട്ട് വരുന്നേരം. പിന്നെ ലാക്ക് ഓഫ് സ്പെഷ്യലൈസേഷൻ ഉണ്ട്. സോ there may be wastage of materials, machines and man hours. These are the disadvantages of line organization. Small, simple and easy to execute ആയതുകൊണ്ട് തന്നെ
നമുക്കിത് അപ്ലിക്കബിൾ ആണ്. സ്മോൾ കൺസേൺസിനും കോംപ്ലക്സിറ്റി കുറഞ്ഞ കൺസേൺസിന് ഇപ്പോഴും നമ്മൾക്കിത് അഡോപ്റ്റ് ചെയ്ത് വരുന്നതാണ് ഈ ലൈൻ ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ. ബാക്കി ഡ്രോബാക്സ് എന്ന് പറയുമ്പോൾ ഇതിൽ കോംപ്ലക്സ് ആയിട്ടുള്ള ആപ്ലിക്കേഷനിൽ യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇതിന്റെ മെയിനായിട്ടുള്ള ഡ്രോബാക്ക് വരുന്നത്. സ്പെഷ്യലിസ്റ്റുകളൊന്നും വരുന്നില്ല. അതുപോലെ കുറച്ച് ആൾക്കാർക്ക് ഓവർലോഡ് വരും. അവർ അത്രയും നല്ല ലെവലുള്ള ആൾക്കാർ, ഹൈ ടൈപ്പ് ഓഫ് സൂപ്പർവൈസറി പേഴ്സണൽ വേണം നമ്മൾ അവിടെ അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതൊക്കെയാണ് ഇതിന്റെ ഡ്രോബാക്സ് ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പൊ നെക്സ്റ്റ് ഫങ്ഷണൽ ഓർഗനൈസേഷൻ ആണ്. ഫങ്ഷണൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടില്ലേ? നമ്മൾ ഇതിന് മുന്നേ പഠിച്ച ടൈലറിന്റെ പഠിച്ചത് ഓർമ്മയുണ്ടോ? ഓക്കെ, ഇപ്പൊ കോൺട്രിബ്യൂഷൻസ് ഓഫ് ടൈലർ പഠിച്ചപ്പോൾ അവിടെ ടൈലർ ഡെവലപ്ഡ് ഫങ്ഷണൽ ഓർഗനൈസേഷൻ എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ആ ഫങ്ഷണൽ ഓർഗനൈസേഷൻ ആണ് ഇവിടെ കാണുന്നത് കേട്ടോ. സോ FW ടൈലർ സജസ്റ്റഡ് ദിസ് ഫങ്ഷണൽ ഓർഗനൈസേഷൻ. അപ്പൊ അതിന്റെ ആ ചാർട്ട് ഒന്ന് വരച്ചെടുക്കാം. ടോപ്പ് ലെവലിൽ സൂപ്രണ്ട്, ആ സൂപ്രണ്ട് അണ്ടർ രണ്ട് ടൈപ്പ് ഓഫീസ് എന്ന് വെച്ചാൽ ഓഫീസ് ആൻഡ് ഷോപ്പ് എന്ന് പറഞ്ഞിട്ടാണ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്ലർക്സിനെ അവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓരോന്നിലും ഓരോ ഓഫീസിന്റെ അണ്ടറിൽ 4 ക്ലർക്ക്, മറ്റേ ഓഫീസിന്റെ അണ്ടറിൽ 4 ക്ലർക്ക്. എന്നിട്ട് ഇവരെല്ലാം കൂടെ മൊത്തം വർക്കേഴ്സിനെ കൺട്രോൾ ചെയ്യാണ് കേട്ടോ. ഇവരെല്ലാരും കൂടെ മൊത്തം വർക്കേഴ്സിനെ കൺട്രോൾ ചെയ്യാണ്. ഇതാണ് ഫങ്ഷണൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാല്. അപ്പൊ എന്തൊക്കെ ക്ലർക്കുകളാണ് നിങ്ങൾ കാണുന്നത്? ഒന്ന് ഓഫീസ് വർക്കും പിന്നെ ഷോപ്പ് വർക്കും, അങ്ങനെ 2 കാറ്റഗറൈസ് ചെയ്തിട്ടാണ് വരച്ചിരിക്കുന്നത്. അപ്പൊ ഓഫീസ് ക്ലർക്ക് എന്ന് പറയുമ്പോൾ ഓഫീസ് റിലേറ്റഡ് മാറ്റേഴ്സ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. സോ റൂട്ട് ക്ലർക്ക് എന്ന് വെച്ചാല് ഇഷ്യൂയിങ് വർക്ക് ഓർഡേഴ്സ് ആൻഡ് റൂട്ടിംഗ് ദ ജോബ് ഒക്കെ ചെയ്യുന്നതാണ് റൂട്ട് ക്ലർക്ക്. പിന്നെ ഇൻസ്ട്രക്ഷൻ ക്ലർക്ക് എന്ന് പറഞ്ഞാൽ ഇൻസ്ട്രക്ഷൻസ് വർക്ക് റിലേറ്റഡ് ഇൻസ്ട്രക്ഷൻസ് വർക്കേഴ്സിന് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ ക്ലർക്ക്. ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക് എന്തായിരിക്കും? ദ വർക്കേഴ്സ് സ്പെൻഡിങ് ടൈം ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വർക്കേഴ്സ് വേസ്റ്റേജ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുക, കോസ്റ്റ് അനാലിസിസ് ഒക്കെ ചെയ്യുന്നതാണ് ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക്. ദെൻ ഡിസിപ്ലിനേറിയൻ എന്ന് പറഞ്ഞാൽ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പേഴ്സണൽ റെക്കോർഡ്സ് കീപ്പ് ചെയ്യുക, അതാണ് ഉദ്ദേശിക്കുന്നത്. പേഴ്സണൽ റെക്കോർഡ്സ്, അവരുടെ അറ്റൻഡൻസ് കാര്യങ്ങളൊക്കെ വരുന്നതിന് ആ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ക്ലർക്കാണ് ഡിസിപ്ലിനേറിയൻ. ഗ്യാങ് ബോസ്, പിന്നെ സ്പീഡ് ബോസ്, റിപ്പയർ ബോസ്, ഇൻസ്പെക്ടർ, ഇത്രയാണ് രണ്ടാമത്തെ ഷോപ്പ് എന്ന് പറഞ്ഞ ഒരു ഓഫീസ് സെക്ഷനിൽ കാറ്റഗറിയിൽ വരുന്നത്. ഈ ഗ്യാങ് ബോസ് എന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ റിലേറ്റഡ് ആയിരിക്കും കേട്ടോ. രണ്ടാമത്തെ സെക്ഷൻ ഓഫീസ് ടെക്നിക്കൽ, അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഗ്യാങ് ബോസ് എന്ന് പറഞ്ഞാൽ ഈ വർക്കൊക്കെ പ്രിപ്പറേഷൻ ഒക്കെ ചെയ്യുന്ന ആള്, എല്ലാ മെഷീൻ സെറ്റ് ചെയ്യുക, വർക്ക് പ്രിപ്പയർ ചെയ്യുക, അതിന്റെ ചാർജുള്ളതാണ് ഗ്യാങ് ബോസ്. സ്പീഡ് ബോസ് എൻഷുവേഴ്സ് ദ പ്രോപ്പർ കട്ടിംഗ് ടൂൾസ് ആർ ബീങ് യൂസ്ഡ്, കട്ടിംഗ് പ്ലേസ്, വർക്ക് പ്ലേസ്, മെഷീൻസിന്റെ സ്പീഡ്, അതിന്റെ ഡെപ്ത് ഓഫ് കട്ടിങ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇല്ലേ. ഫോർ എക്സാമ്പിൾ ആട്ടോ നമ്മൾ പറയുന്നത്, അങ്ങനെ ഒരു ഏരിയ. പിന്നെ റിപ്പയർ ബോസ് എന്ന് പറഞ്ഞാൽ എല്ലാ മെയിൻ്റനൻസ് ആൻഡ് റിപ്പയർമെന്റ് ഓഫ് ഇക്വിപ്മെന്റ് ആൻഡ് മെഷീനറി. ഇൻസ്പെക്ടർ ബോസ് റെസ്പോൺസിബിൾ ഫോർ ദ ക്വാളിറ്റി ഓഫ് പ്രോഡക്റ്റ്. ഇത്രയും ടൈപ്പ് ഓഫ് ഫോർമാൻസ് തന്നെ പറയാം. ഇതെല്ലാം ഓരോ ടൈപ്പ് ഫോർമാൻസ് ആണ്. അപ്പോൾ ഈ 2 ഓഫീസ് റിലേറ്റഡ് ആൻഡ് ടെക്നിക്കൽ ജോബ്സ് റിലേറ്റഡ് ഇത്രയും ഫോർമാൻസ് ഒരുമിച്ചാണ് നമ്മളെ വർക്കേഴ്സിനെ കൺട്രോൾ ചെയ്യുന്നത് കേട്ടോ. അതൊന്നും അവിടെ നോക്ക്. അപ്പോൾ നമ്മളെ FW Taylor suggested this functional organization, and it is a type of line organization with the difference that instead of one foreman there are 8 different foremen, isn't it? അപ്പൊ നമുക്ക് അവിടെ കാണാൻ പറ്റും, ഒരു ഫോർമാന് പകരം 8 ഫോർമാൻമാർ ഒരുമിച്ച് വരുന്നുണ്ടല്ലേ ഓരോ വർക്കറിനും. ഈച്ച് ഫങ്ഷണൽ ഫോർമാൻ ഇസ് എ സ്പെഷ്യലിസ്റ്റ്. ആ സ്പെഷ്യലിസ്റ്റിന്റെ ജോബാണ് നമ്മൾ ഇപ്പൊ പറഞ്ഞത്. ഇനി ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഒന്ന്, ഈ ഫോർമാന് ഓരോ റെസ്പോൺസിബിൾ ഫോർമാൻ ഉണ്ടല്ലോ അല്ലെ. സിൻസ് എ ഫോർമാൻ ഈസ് റെസ്പോൺസിബിൾ ഫോർ വൺ ഫംഗ്ഷൻ, ഹി ക്യാൻ പെർഫോം ഹിസ് ഡ്യൂട്ടീസ് ഇൻ എ ബെറ്റർ മാനർ. അപ്പോൾ ഓരോരുത്തർക്കും അവരവരുടേതായ ജോലികൾ മാത്രമായതുകൊണ്ട് അത് വളരെ പെർഫെക്റ്റ് ആയിട്ട് അവർക്ക് ചെയ്യാൻ പറ്റും. പിന്നെന്താണ്, അഡ്വൈസ് കൊടുക്കാൻ പറ്റും അല്ലെ വർക്കേഴ്സിന് കൃത്യമായിട്ട്. അവരതിന്റെ സ്പെഷ്യലിസ്റ്റ് ആണല്ലോ. സോ ഫങ്ഷണൽ ഫോർമാൻ, ഈ ഫങ്ഷണൽ ഓർഗനൈസേഷൻ മേക്ക് യൂസ് ഓഫ് സ്പെഷ്യലിസ്റ്റ് ടു ഗീവ് എക്സ്പെർട്ട് അഡ്വൈസ് ടു വർക്കേഴ്സ്. പിന്നെന്താണ്, ഇറ്റ് എക്സ്പെർട്ട് ഗൈഡൻസ് റെഡ്യൂസ് നമ്പർ ഓഫ് ആക്സിഡന്റ്സ് ആൻഡ് വേസ്റ്റേജ് ഓഫ് മെറ്റീരിയൽ, മെഷീൻസ് ആൻഡ് മാൻ അവേഴ്സ്. അല്ല, എക്സ്പെർട്ട് ഗൈഡൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഈ എക്സ്പെർട്ട് ഗൈഡൻസിനെ സ്ട്രെസ് ചെയ്തിട്ട് വേണം നമ്മൾ ഇതിന്റെ അഡ്വാൻറ്റേജസ് പറയാൻ കേട്ടോ. റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഫോർമാൻ ഉണ്ട്, ഓരോന്നിനും റെസ്പോൺസിബിലിറ്റി ആയിട്ടുള്ള ഓരോ തരം ഫോർമാൻസ് ഉണ്ട്. സോ ഹി ക്യാൻ പെർഫോം ഹിസ് ഡ്യൂട്ടീസ് ഇൻ എ ബെറ്റർ മാനർ. സോ സ്പെഷ്യലിസ്റ്റിന്റെ അഡ്വാൻറ്റേജ് അവിടെ കിട്ടുന്നുണ്ട് നമുക്ക്.
സ്പെഷ്യലൈസ്ഡ് ഡിസിഷൻ എടുക്കാൻ പറ്റും. അപ്പോൾ ലൈൻ എക്സിക്യൂട്ടീവ്സിന് സ്പെഷ്യലൈസ്ഡ് ഡിസിഷൻ റിലീവ് ചെയ്തിട്ട് സ്പെഷ്യലൈസ്ഡ് ഡിസിഷൻ എടുക്കാൻ വേണ്ടി പ്രത്യേകം ഫോർമാൻ ഉണ്ട്. നമ്മളെ സൂപ്രണ്ടിന് എല്ലാ ഡിസിഷനും ഒരുമിച്ച് എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഓരോ തരം ആൾക്കാരോട് ചോദിച്ചിട്ട് അതിന്റെ സ്പെഷ്യലൈസ്ഡ് അഡ്വൈസസ് ഒക്കെ കിട്ടുമല്ലോ. പിന്നെ ലാർജ് നമ്പർ ഓഫ് ഓൾറൗണ്ട് എക്സിക്യൂട്ടീവ്സിനെ നമ്മളിപ്പോൾ ഓരോന്നിന്റെയും ഡിസഡ്വാൻറ്റേജ് പറയുമ്പോൾ ആ ഡിസഡ്വാൻറ്റേജ് ഓവർകം ചെയ്തിട്ടായിരിക്കും അടുത്ത അഡ്വാൻറ്റേജ് വരിക കേട്ടോ. ഇതിങ്ങനെ പഠിച്ചു പോകുമ്പോൾ അങ്ങനെയാണ്. ഇതിനെ തൊട്ട് മുന്നേ നമ്മൾ ഡിസഡ്വാൻറ്റേജ് പറഞ്ഞ ഓൾറൗണ്ട് എക്സിക്യൂട്ടീവ്സിന്റെ കിട്ടാനുള്ള ബുദ്ധിമുട്ടുന്നല്ലേ. അപ്പൊ ഇവിടെ അത്ര ഓൾറൗണ്ട് എക്സിക്യൂട്ടീവ്സിന് ആവശ്യമില്ലല്ലോ, ഓരോന്നിനും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഫോർമാനല്ലേ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് എന്താ ഓൾറൗണ്ട് എക്സിക്യൂട്ടീവിനെ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബുദ്ധിമുട്ട് വരുന്നില്ല. പിന്നെ ഇത്രയും ആൾക്കാരൊക്കെ ഉള്ളത് കൊണ്ട് ക്വാളിറ്റി ഓഫ് വർക്ക് ഇംപ്രൂവ് ചെയ്യുമെന്നാണ് നമ്മളിപ്പോൾ വിചാരിക്കുന്നത്. ക്വാളിറ്റി ഓഫ് വർക്ക് ഈസ് ഇംപ്രൂവ്ഡ്. അപ്പൊ നെക്സ്റ്റ് ഇസ് ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയായിരിക്കും? ഒന്നെന്താണ്, ഒരുപാട് ഫോർമാൻ ഉണ്ട്. സോ കോർഡിനേഷൻ ഓഫ് ദ എഫേർട്സ് ഓഫ് വേരിയസ് ഫങ്ഷണൽ ഫോർമാൻ ഇസ് ഡിഫിക്കൽട്ട്. ഒരുപാട് ആൾക്കാരുള്ളതുകൊണ്ട് അവരെ കോർഡിനേറ്റ് ചെയ്യാൻ ആ സൂപ്രണ്ടിന് നല്ല പണിയായിരിക്കും. ദെൻ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യാൻ അല്ലേ. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു മെയിൻറ്റെയിൻ ഡിസിപ്ലിൻ ബിക്കോസ് ഈച്ച് വർക്കർ ഈസ് റെസ്പോൺസിബിൾ ടു 8 ഫോർമാൻ. നിങ്ങൾ കാണാം അവിടെ ഒരു വർക്കറിന്റെ മേലെ തന്നെ എത്ര ഫോർമാൻ ഉണ്ട്? 8 ഫോർമാൻ. 8 ആളും പറയുന്നത് ഈ വർക്കേഴ്സ് കേൾക്കണ്ടേ? ഇപ്പൊ മൊത്തം കൺഫ്യൂഷനും പ്രശ്നങ്ങളൊക്കെ ആയിരിക്കില്ലേ. അപ്പൊ അതാണ് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു മെയിൻറ്റെയിൻ ഡിസിപ്ലിൻ. പിന്നെ അതുപോലെ തന്നെ എന്താ, ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ഫിക്സ് അപ്പ് ദ റെസ്പോൺസിബിലിറ്റി ടു എനി വൺ ഫോർമാൻ ഇൻ കേസ് സംതിങ് ഗോസ് റോങ്. ഇപ്പൊ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് ഏറ്റെടുക്കാൻ ഒരാളുണ്ടാവില്ല. കാരണം 8 പേരുണ്ട് മേലെ, 8 തരം ആൾക്കാരുണ്ട് സ്പെഷ്യലിസ്റ്റ് ആയിട്ട്. അപ്പൊ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ആരുടെ പ്രശ്നമാണെന്ന് കണ്ടുപിടിച്ചിട്ട് അങ്ങനെ ഒരു ആക്ഷൻ എടുക്കാനൊന്നും ഇവിടെ നടക്കില്ല. സോ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ഫിക്സ് അപ്പ് ദ റെസ്പോൺസിബിലിറ്റി ടു എനി വൺ ഫോർമാൻ ഇൻ കേസ് സംതിങ് ഗോസ് റോങ്. Then workers always remain confused about the authority and activity of each foreman. Okay. It makes industrial relationship more complex. The next one, the workers are not given opportunity to make use of their initiative and drive. ഒരുപാട് സ്പെഷ്യലിസ്റ്റുകളും ഇതൊക്കെ ഉള്ളതുകൊണ്ട് വർക്കേഴ്സിന് പ്രത്യേകിച്ച് എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ അതൊന്നും പുറത്തെടുക്കാൻ അവിടെ ഒരു ചാൻസും ഇല്ല. പിന്നെ ഓൾറൗണ്ട് എക്സിക്യൂട്ടീവ്സ് cannot be developed because individual specialists are there. ഇതൊക്കെയാണ് നമ്മളെ മൊത്തം പ്രശ്നങ്ങളാണ് ഈ ഒരു ടൈപ്പ് ഓർഗനൈസേഷൻ. സോ ഇത് ഒബ്സൊലീറ്റ് ആയി പോയി, ഇപ്പൊ അങ്ങനെ യൂസ് ചെയ്യുന്നില്ല. ഇത് മോഡിഫൈഡ് ഫോമിൽ മോഡേൺ ഇൻഡസ്ട്രീസിനും അഡ്വാൻസ്ഡ് കൺസേൺസിനൊക്കെ ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഡിസഡ്വാൻറ്റേജസ് കൊണ്ട് ഈ ഒരു രീതിയിൽ ഇതിനെ കോർഡിനേറ്റ് ചെയ്ത് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. സോ ഈ ടൈപ്പ് ഓഫ് ഇങ്ങനെ തന്നെ ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല. അത് കുറച്ചും കൂടെ ഡെവലപ്പ് ചെയ്തിട്ടാണ് നമ്മൾ നെക്സ്റ്റ് പഠിക്കുന്നത് ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ. ദിസ് ഇസ് ദ തേർഡ് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ, ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ. ഇപ്പൊ നമ്മൾ ലൈൻ ഓർഗനൈസേഷൻ ഓൾമോസ്റ്റ് അപ്ലിക്കബിൾ ആയിരുന്നു അല്ലെ. ലൈൻ ഓർഗനൈസേഷൻ സ്മോൾ ഇൻഡസ്ട്രിയിൽ നമുക്ക് യൂസ് ചെയ്യാന്ന് പറഞ്ഞല്ലോ. അപ്പൊ അവിടെ ചെറിയ ഡ്രോബാക്സ് ഉണ്ടായിരുന്നത് സ്പെഷ്യലിസ്റ്റ് ഇല്ലാത്തൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് എന്താണ്, ഒരു വേറെ ടൈപ്പ് ഓർഗനൈസേഷൻ ഡെവലപ്പ് ചെയ്തു. ആ ലൈൻ ഓർഗനൈസേഷനെ തന്നെ ഫോളോ ചെയ്യാം. പ്ലസ് ആഡ് ഓൺ ഫീച്ചേഴ്സ് ആയിട്ട് അതിന്റെ സൈഡിൽ ഇങ്ങനെ നമ്മൾ എക്സ്ട്രാ സ്പെഷ്യലിസ്റ്റിനെ ആഡ് ചെയ്ത് കൊടുക്കുക. ലൈൻ ഇപ്പൊ സെന്ററിലൂടെ ഇങ്ങനെ താഴേക്ക് നോക്ക്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ജനറൽ മാനേജർ, വർക്ക് മാനേജർ അണ്ടറിൽ 2 സൂപ്രണ്ട് എ, സൂപ്രണ്ട് ബി, ഓരോ സൂപ്രണ്ടിനും 2 ഫോർമാൻ വെച്ചിട്ട്, ഓരോ ഫോർമാനും 2-3 വർക്കർ വെച്ചിട്ട് അല്ലേ. അപ്പൊ അതിങ്ങനെ നമ്മളെ ലൈൻ ഓർഗനൈസേഷൻ തന്നെയല്ലേ. ഫ്രം ടോപ്പ് ടു ബോട്ടം ലൈൻ ആയിട്ട് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ഫ്ലോസ് ഫ്രം ടോപ്പ് ടു ബോട്ടം. അപ്പൊ ഈ നമ്മളെ ലൈൻ ഓർഗനൈസേഷന്റെ ഡ്രോബാക്കിൽ നമ്മൾ പറഞ്ഞ എന്താണ്, സ്പെഷ്യലിസ്റ്റ് അഡ്വൈസ് കിട്ടുന്നില്ല. ഈ GM, വർക്ക് മാനേജർ എന്നൊക്കെ പറയുമ്പോൾ അവര് സ്പെഷ്യലൈസ്ഡ് ഓൾറൗണ്ട് എക്സിക്യൂട്ടീവ്സ് ആവണമെന്നില്ല. അതുകൊണ്ട് അവർക്ക് എല്ലാ രീതിയിലുള്ള വർക്കുകളും കോർഡിനേറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്തു, സ്പെഷ്യലിസ്റ്റിനെ അപ്പോയിന്റ് ചെയ്തു. ഓരോരുത്തർക്കും അതിന്റെ ഓരോ ഉപദേശക സംഘത്തെ അപ്പോയിന്റ് ചെയ്തു. മനസ്സിലായോ? അതാണ് കാണിച്ച്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് ഒരു സെക്രട്ടറിയും ലീഗൽ അഡ്വൈസറിനെയും എക്സ്ട്രാ 2 പോസ്റ്റ് കൊടുത്തു. ജനറൽ മാനേജറിനോ അക്കൗണ്ട്സ് ഓഫീസർ, പേഴ്സണൽ മാനേജർ, സെയിൽസ് മാനേജർ, പർച്ചേസ് മാനേജർ. ഇപ്പോൾ ഓഫീസ് സെക്ഷൻ ഹാൻഡിൽ ചെയ്യാൻ ഇപ്പുറത്തെ അക്കൗണ്ട്സും പേഴ്സണലും, പിന്നെ ടെക്നിക്കൽ സെക്ഷൻ ഹാൻഡിൽ ചെയ്യാൻ സെയിൽസും, പ്രൊഡക്ഷൻ സെക്ഷൻ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് സെയിൽസും പർച്ചേസും. പിന്നെ വർക്ക് മാനേജറിനോ ഡിസൈൻ എഞ്ചിനീയറും അതുപോലെ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറും സ്റ്റോർ ഓഫീസറും. അപ്പൊ അത്രയും പോസ്റ്റുകൾ ഇവരൊക്കെ വേറെ വേറെ സ്റ്റാഫുകളായിരിക്കും, അത് വേറെ പോസ്റ്റ് ചെയ്യും.
പിന്നെ സൂപ്രണ്ട് ബിക്ക് പിന്നെ ഓവർലോഡ് വരുന്നില്ലല്ലോ, ഫോർമാനെ കൺട്രോൾ ചെയ്താൽ പോരെ. അപ്പൊ ഫോർമാനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ അവിടെ പോസ്റ്റ് ചെയ്താൽ മതിയല്ലോ, ഫോർമാനെയും വർക്കേഴ്സിനെയും. അപ്പൊ ഇതാണ് നമ്മളെ ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ. So as the industry grew in size and complexity, the line executives could not perform properly all other functions, okay, such as research and development, planning, distribution, legal, public relation, etc. So this necessitated the employing of special executives to assist line executives, and they were known as staff. So they are known as staff, and they were recruited to perform staff or specialist functions. Okay, additional to line executives, special executives are appointed to help in research and development, planning, distribution, legal, public relation, etc. So that is line and staff organization. Here the line executive retain the supervisory authority and control ഒക്കെ line executives തന്നെയായിരിക്കും. So they retain the authority and control over the work of their subordinates, whereas the staff executives, they release the line executives of certain specialized work and advise them on matters referred to them. അവരോട് പറയുന്ന കാര്യങ്ങളിൽ അവർ അഡ്വൈസ് കൊടുക്കും. അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? സ്പെഷ്യലിസ്റ്റ് അഡ്വൈസ് കിട്ടും അല്ലെ. എക്സ്പേർട്ട് അഡ്വൈസ് ഫ്രം സ്പെഷ്യലിസ്റ്റ് സ്റ്റാഫ് ക്യാൻ ബി മെയ്ഡ് യൂസ് ഓഫ്. ദെൻ ലൈൻ എക്സിക്യൂട്ടീവ്സ് ആർ റിലീവ്ഡ് of their loads. They can devote their attention towards production only. Line executives in a production side alle കൃത്യമായി നമ്മളെ ഫാക്ടറി കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റും. ആഡ് ഓൺ ആയിട്ടുള്ള എക്സ്ട്രാ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് സ്പെഷ്യൽ സ്റ്റാഫുകളുണ്ട്. സോ എന്താണ്, അതുകൊണ്ട് തന്നെ there is less wastage of material, machine hours and manpower. And also ഇങ്ങനെ കുറെ നല്ലതാവുമ്പം നോർമലി എന്താവും, പ്രോഡക്റ്റ് ക്വാളിറ്റി ഈസ് ഇംപ്രൂവ്ഡ് ആൻഡ് ദർ ഈസ് നോ കൺഫ്യൂഷൻ ആസ് എക്സിസ്റ്റ് ഇൻ ഫങ്ഷണൽ ഓർഗനൈസേഷൻ. നമ്മൾ ഫങ്ഷണൽ ഓർഗനൈസേഷനെ കമ്പയർ ചെയ്തിട്ടില്ലേ ഇതിന്റെ അഡ്വാൻറ്റേജസ് പറയാം. അപ്പം ഫങ്ഷണൽ ഓർഗനൈസേഷനെ പോലെ ഡിസിപ്ലിൻ ഇല്ലായ്മ ഇവിടെ ഇല്ല, അതുപോലെ കൺഫ്യൂഷൻ ഒന്നും വരുന്നില്ല. ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷനിൽ ഫങ്ഷണൽ ഓർഗനൈസേഷനേക്കാളും ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ടല്ലേ. പിന്നെന്തൊക്കെയാണ് ഡിസഡ്വാൻറ്റേജസ്? ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ഒരു ഡിസഡ്വാൻറ്റേജ് എന്തായിരിക്കും? നമ്മളെ സ്റ്റാഫ് ഉണ്ടല്ലോ, സ്റ്റാഫ് എക്സിക്യൂട്ടീവ്സ്. സോ പ്രോഡക്റ്റ് കോസ്റ്റ് വിൽ ഇൻക്രീസ് ബിക്കോസ് ഓഫ് ഹൈ സാലറീസ് ഓഫ് സ്റ്റാഫ് എക്സിക്യൂട്ടീവ്സ്. സ്പെഷ്യലിസ്റ്റുകളാണ് ആ ഒരു ഏരിയയിൽ. ഇപ്പോൾ ലീഗൽ, പബ്ലിക് റിലേഷൻ അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളിപ്പോൾ എന്തൊക്കെ സെക്രട്ടറി, അക്കൗണ്ട്സ് ഓഫീസർ, പർച്ചേസ് എഞ്ചിനീയർ, അങ്ങനെ ഡിഫറെന്റ് പോസ്റ്റുകളില്ല. അപ്പോൾ അതിലൊക്കെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കുമല്ലോ അവിടെ പോസ്റ്റ് ചെയ്യുന്നത്. അവർക്ക് എക്സ്ട്രാ സാലറി പേ ചെയ്യേണ്ടി വരും. സോ നോർമലി ദ ഫാക്ടറീൻ്റെ കോസ്റ്റും കൂടും, പ്രൊഡക്ഷൻ കോസ്റ്റ് ഒക്കെ കൂടും. സോ പ്രോഡക്റ്റ് കോസ്റ്റ് ഇൻക്രീസ് ചെയ്യും അല്ലേ. പിന്നൊരു ഡിഫിക്കൽട്ടി എന്ന് പറഞ്ഞാൽ എറ്റ് ടൈംസ് ദ സ്റ്റാഫ് ഡിപ്പാർട്ട്മെന്റ് മേ ഇൻഫ്രിഞ്ച് അപ്പോൺ ദ റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദ ലൈൻ ഓർഗനൈസേഷൻ. സോ ഇറ്റ് മേ വീക്കൺ ദ ലൈൻ ഓർഗനൈസേഷൻ വെൻ ഇറ്റ്സ് ട്രൂ ഫംഗ്ഷൻ ഈസ് ടു സ്ട്രെങ്തൻ ദിസ് ഓർഗനൈസേഷൻ. എന്ന് വെച്ചാൽ ഈ സ്റ്റാഫ് എന്ന് പറയുന്നത് ഈ എക്സ്ട്രാ അപ്പോയിന്റ് ചെയ്യുന്ന ആൾക്കാർ, റിക്രൂട്ട് ചെയ്യുന്ന അവരുടെ ഡ്യൂട്ടി ജസ്റ്റ് സ്പെഷ്യലിസ്റ്റ് ഫംഗ്ഷൻ കൊടുക്കുക എന്നത് മാത്രമാണ്. പക്ഷെ അവർ റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റിയിൽ കടന്നു കയറാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, നമ്മളെ ലൈൻ എക്സിക്യൂട്ടീവ്സിന്റെ റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റി, ആ കൺട്രോളിംഗ് പവറിലൊക്കെ സ്റ്റാഫ് ഡിപ്പാർട്ട്മെന്റിന്റെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വെച്ചാൽ കടന്നു കയറാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ മൊത്തം പ്രശ്നങ്ങളുണ്ടാവും. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന ട്രൂ ഫംഗ്ഷൻ ഓർഗനൈസേഷനെ സ്ട്രെങ്തൻ ചെയ്യലല്ലേ നമ്മൾ ഇതിനുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതവിടെ നടക്കില്ല. അപ്പൊ അതാണ് at times the staff department may infringe upon the rights and responsibilities of line organization, thus weakening the line organization when its true function is to strengthen this organization. Line and staff organization may get confusion in case functions are not clear. അപ്പോൾ ഓരോരുത്തർക്കും കൃത്യമായിട്ട് അവരുടെ ഫങ്ഷൻസ് ക്ലിയർ അല്ലെങ്കിൽ എന്തുണ്ടാവും, അവർക്ക് ആ ക്ലാരിറ്റി, വർക്കിന്റെ ക്ലാരിറ്റി കിട്ടിയിട്ടില്ലെങ്കിൽ അവിടെ കൺഫ്യൂഷൻ ഉണ്ടാവും. And frictions and jealousies are maybe developed in between line and staff. All top level officers are, so if there may be chance of frictions and jealousies, that is harm to our enterprise. Line executives, if they are depending too much on staff executives, may lose their initiative and ingenuity.
ഇപ്പൊ ലൈൻ എക്സിക്യൂട്ടീവ്സ് ജസ്റ്റ് കൺട്രോളിംഗ് പവർ മാത്രമായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ എല്ലാ പണിയും അവര് അപ്പോയിന്റ് എക്സ്ട്രാ റിക്രൂട്ട് ചെയ്ത ഈ സ്റ്റാഫ് എക്സിക്യൂട്ടീവ്സിനെ കൊണ്ട് എടുപ്പിക്കുകയാണെങ്കിലോ ഇവരെ കൊണ്ട് ആവശ്യമില്ല. ഇവർക്ക് നമ്മൾ വെറുതെ സാലറി കൊടുക്കുക, എല്ലാ പണിയും സ്റ്റാഫ് എടുക്കുക. അപ്പൊ അതെന്താ, അത് ബുദ്ധിമുട്ടല്ലേ? അവരുടെ ആ ഒരു ഇൻജന്യൂറ്റി അവിടെ അവർക്ക് ഇനീഷ്യേറ്റ് എടുക്കാനുള്ള ഡ്രൈവ് എടുക്കാനുള്ള അത് ലോസ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മളെ ഫാക്ടറിക്ക് ഒരു ലോസ് ആണ്. And application is line and staff organization is very common among the medium and larger enterprise. ഇപ്പൊ നോർമലി ഇത്ര കുറച്ച് ചെറിയ ഡിസഡ്വാൻറ്റേജസ് ഒക്കെ ഉണ്ടെങ്കിലും ഇതൊക്കെ പ്രോബബിലിറ്റീസ് ആണ് കൂടുതലും. ഇതിന്റെ ഈ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് കോസ്റ്റ് കൂടുന്നതേ ഉള്ളൂ ഒരു പ്രശ്നം. അപ്പൊ അതുകൊണ്ട് ഇത് നോർമലി ഇപ്പോൾ കോമൺ ആയിട്ട് തന്നെ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ ആണ്. So thank you.